വ്യാപാരി വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ വയനാട് DTPCയും ചേർന്നുകൊണ്ട് ജില്ലയിൽ വളരെ മനോഹരമായി നടന്നു വരുന്ന വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ അക്വാ ടണൽ എക്സ്പോ. വയനാടിൻ്റെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ ഇതുപോലെ ഒരു അക്വാ ടണൽ എക്സ്പോ നടത്തുമ്പോൾ ഇതിനൊട്ടേറെ സവിശേഷതകളുണ്ട്. 500 അടി നീളമുള്ള അക്വാ ടണലാണ് ഇവിടെ വയനാട്ടുകാർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും വയനാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിൽ ഈ അക്വാ ടണൽ എക്സ്പോ ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ജില്ലയെ സക്രിയവും സജീവവുമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പ്രശംസനീയമായ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ അക്വാ ടണൽ എക്സ്പോ എന്ന് പറയുന്നത്. ഞാൻ കുടുംബത്തോടൊപ്പം വന്നതാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദർശിച്ചിരുന്നു. കുട്ടികളെയൊക്കെ കൂട്ടി അവർക്ക് വെക്കേഷനാണ്. അപ്പം വെക്കേഷന് സാധാരണഗതിയിൽ വയനാട്ടുകാർ എടുക്കുന്നൊരു പ്രവണത എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് ജില്ലകളിലേക്കോ പോയി അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ വെക്കേഷൻ വയനാട്ടുകാരെ സംബന്ധിച്ച് ഒരു ദിവസം അല്ലെങ്കിൽ അല്പം ചില സമയം ഈ അക്വാ ടണൽ എക്സ്പോ ആസ്വദിക്കാൻ ഉപയോഗപ്പെടുത്തിയാൽ അത് ഏറെ ആസ്വാദ്യകരമായിരിക്കും, സന്തോഷകരമായിരിക്കും. വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സാരഥി എന്നുള്ള നിലയ്ക്ക് ഈ എക്സ്പോ സന്ദർശിക്കുന്നവർക്കും ഈ എക്സ്പോ ഇത്ര മനോഹരമായി ക്രമീകരിച്ച ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനവും പ്രശംസയും ആശംസയും അറിയിക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുകയാണ്.